MX വെഡിംഗ് സെന്റർ ബ്രൈഡ് നൈറ്റ്. ഗ്ലാമറും ഗ്രേസും ഒരുമിക്കുന്ന സാരികൾ, ട്രെൻഡി ലെഹങ്കകൾ, എലിഗന്റ് ഗൗണുകൾ. ട്രെൻഡുകൾ മാറാം, ഗുണമേന്മ മാറില്ല, സ്റ്റൈൽ മാറാം. MX Wedding Center, വാളഞ്ചേരി, പട്ടാമ്പി, കൂട്ടനാട്, കൊപ്പം ആൻഡ് കേച്ചേരി. പെരുന്നാൾ ദിനത്തിലും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെയാണ് പട്ടാമ്പിയിലെ LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മോഹസിൻ. ജന്മനാടായ ഓങ്ങല്ലൂർ കാരക്കാട് നിന്നുമായിരുന്നു പെരുന്നാൾ ദിനത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. പെരുന്നാൾ ദിനത്തിലും തിരക്കിട്ട പ്രചരണത്തിലായിരുന്നു പട്ടാമ്പി നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മോഹസിൻ. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം നാട്ടുകാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു മുഹമ്മദ് മോഹസിൻ. ഓങ്ങല്ലൂർ കാരക്കാട് നിന്നുമായിരുന്നു പര്യടനം തുടങ്ങിയത്. തുടർന്ന് പട്ടാമ്പിയിലും മറ്റു പ്രദേശങ്ങളിലുമെല്ലാം പ്രചരണവുമായി മുഹമ്മദ് മോഹസിൻ പെരുന്നാൾ ദിനത്തിലും സജീവമായിരുന്നു. മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയുടെ പഞ്ചായത്ത് തല പ്രചരണവും ആരംഭിച്ചിട്ടുണ്ട്. വെളിയൂർ, മൂതുവില പഞ്ചായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പര്യടനം നടത്തി. പ്രധാനപ്പെട്ട വ്യക്തികളെ അടക്കം വീടുകളിൽ പോയി കണ്ടും പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഒരുക്കിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വലിയ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്നതെന്നും മുഹമ്മദ് മോഹസിൻ പ്രതികരിച്ചു. വളരെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ LDF വളരെ മുന്നിലാണ്. ഇപ്രാവശ്യത്തെ പ്രചരണത്തിൽ നമുക്കറിയാം, നമ്മൾ ആദ്യഘട്ടത്തിൽ ഒരു വലിയ രീതിയിലുള്ള റോഡ് ഷോ നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഗൾഫ് നാടുകളിൽ നമ്മുടെ സഹോദരങ്ങളേറെ ബുദ്ധിമുട്ട്, നമ്മൾ വാർത്തകൾ കേൾക്കുമ്പോൾ അത്ര ഇല്ലാന്ന് അവിടുത്തെ ആളുകൾ പറയുന്നുണ്ടെങ്കിലും വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കൊരു ആശങ്ക ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയ ചെലവ് ഉണ്ടാക്കിയിട്ടുള്ള റോഡ് ഷോ നമ്മൾ കുറച്ചത്. അപ്പൊ വലിയ തരത്തിലുള്ള അത്തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നമ്മൾ കുറക്കുകയാണ്. വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ, എന്നിട്ട് വളരെ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ടുള്ള പ്രചരണമാണ് ഇപ്രാവശ്യം നമ്മൾ നടത്തുന്നത്. വളരെ നന്നായി സജീവമായിട്ട് പ്രചരണങ്ങൾ നടക്കുന്നു. ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടും LDF പട്ടാമ്പിയിൽ മാത്രമല്ല കേരളത്തിലാകെ അധികാരത്തിൽ വരും എന്നതിൽ സംശയമില്ല. കാരണം തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്, വളരെ സ്ഥിരതയുള്ള പെൻഷൻ കിട്ടുന്ന, അതുപോലെ തന്നെ ലൈഫ് തുടരുന്ന, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വികസനം നടക്കുന്ന ഈ ഒരു ഗവൺമെന്റ് തന്നെയാണ് നമുക്ക് വേണ്ടത്. അധികാരത്തിന് വേണ്ടി ഇപ്പൊ തന്നെ സ്ഥാനാർത്ഥിത്വം വരുന്നതിന് മുമ്പ് തന്നെ തർക്കമുള്ള ആളുകൾ അപ്പുറത്തുണ്ട്. അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ഥിരതയുള്ള, ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കുന്ന, അവരുടെ കൂടെ നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ കൂടെ ജനങ്ങളും നിൽക്കുമെന്നതിൽ യാതൊരു